ഓം അമൃതേശ്വരി നമഃ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഭജന കേൾക്കുവാനായി ആശ്രമത്തിൻ്റെ വലിയ ഹാളിൽ ഇരിക്കുകയായിരുന്നു. സാധാരണ ഞാൻ അമ്മയുടെ ഭജനകളിൽ മുഴുകും, ആസ്വദിച്ചു കൂടെ പാടും. പക്ഷെ അന്ന് അമ്മ പാടുന്ന ഭജനകളിൽ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശ്രദ്ധിക്കുവാനാകുന്നില്ല. കാരണം എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അന്നത്തെ ദിവസം ഒരാൾ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ അന്യായമായി പെരുമാറി, ഒരു മാന്യത ഇല്ലാതെ പെരുമാറി. സാധാരണ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിഷമമുണ്ടാവാറില്ല, കാരണം ലോക സ്വഭാവം അതാണല്ലോ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എന്തോ വല്ലാത്ത വിഷമമായി. അത് മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ ശ്രമിക്കുമ്പോഴും വേറെന്തിനെക്കുറിച്ച് എങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ ഇതേ ചിന്തകൾ ഉയർന്നു വന്നു എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എൻ്റെ ചിന്തകൾ ഇങ്ങനെ കാട് കയറി. എങ്ങനെയാണ് അവളെ പറഞ്ഞു മനസ്സിലാക്കുക? അവരുടെ പെരുമാറ്റം തീരെ ശരിയായിരുന്നില്ലെന്ന്, അവൾ എത്രമാത്രം എന്നെ വേദനിപ്പിച്ചുവെന്ന്. എൻ്റെ മനസ്സിൻ്റെ ഈ നെഗറ്റിവിറ്റിക്ക് മുന്നിൽ ഞാൻ തീർത്തും അശക്തയായി. അമ്മ എൻ്റെ മുമ്പിൽ പാടുന്നു അതിമനോഹരമായ ഭജനകൾ, പക്ഷേ അതാസ്വദിക്കുന്നതിന് പകരം എൻ്റെ മനസ്സിൽ കയ്പ് നിറഞ്ഞു. അങ്ങനെയിരിക്കെ ഭജനകളുടെ വരികൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ള വലിയ സ്ക്രീനിൽ ഒരു വിടരുന്ന പുഷ്പത്തിൻ്റെ സൂം ചെയ്ത് ഫോട്ടോ വന്നു. ആ ചെറു പുഷ്പത്തിൻ്റെ മൃദുലതയിലും സൗന്ദര്യത്തിലും നിറത്തിലും എൻ്റെ മനസ്സ് മുഴുകി. പെടുന്നനെ എന്നെ അലട്ടുന്ന ചിന്തകൾ എന്നെ വിട്ടുമാറി. അമ്മ പറയാറുള്ള വാക്കുകൾ ഓർത്തു. അമ്മ പറയുന്നു, പ്രകൃതിയുടെ സൗന്ദര്യവും പൂർണ്ണതയും നോക്കൂ. പ്രകൃതി എത്ര സന്തുഷ്ടമാണ്. മനുഷ്യൻ്റെ വിവേക ബുദ്ധിയില്ലെങ്കിലും പ്രകൃതി എത്രമാത്രം ആനന്ദിക്കുന്നു. ആ പൂവിനാണെങ്കിൽ എത്രയോ ചെറിയ ആയുസ്സാണുള്ളത്. എന്നാലും ആ പുഷ്പം ആനന്ദത്തോടെ അതിനെ സ്വയം ലോകത്തിന് സമർപ്പിക്കുന്നു. അതിൻ്റെ സൗന്ദര്യവും പരിമളവും നമ്മൾ ആസ്വദിക്കുന്നു. ആ പൂവിൻ്റെ തേൻ വണ്ടുകൾക്കായി സമർപ്പിക്കുന്നു. അതിലൂടെ ആ നറുപുഷ്പം ആനന്ദം കണ്ടെത്തുന്നു. അമ്മ എപ്പോഴും നമ്മോട് പറയാറുണ്ടല്ലോ, മറക്കുവിൻ, പൊറുക്കുവിൻ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മനസ്സിൽ ഓരോ വെറുപ്പുകളും ദ്വേഷങ്ങളും കൂട്ടി വെച്ച് നമ്മൾ സ്വയം തളർന്നു പോകും. മഹാഭാരതത്തിൽ ഇങ്ങനെ പറയുന്നു, യഥാർത്ഥ കാരുണ്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമയാണ് ലോകത്തിനെ ഒരുമിപ്പിക്കുന്നത്. രാമായണത്തിൽ പലയിടത്തിലും സീതാദേവി ക്ഷമ എന്നുള്ള ശ്രേഷ്ഠമായ ഗുണം പ്രകടിപ്പിക്കുന്നു. രാമരാവണ യുദ്ധം അവസാനിച്ചു. ശക്തനായ രാവണൻ നിലംപതിച്ചു. ശ്രീരാമൻ ഹനുമാനെ സീതയുടെ അടുത്തേക്ക് ദൂതുമായി വിടുന്നു. അശോകവനത്തിൽ ദുഃഖിതയായി ഇരിക്കുന്ന സീതയുടെ മുന്നിൽ ഹനുമാൻ വന്നു കൈകൂപ്പി കൊണ്ടു നിൽക്കുന്നു. ഒരു നിമിഷം സീത ദുഃഖം താങ്ങാനാകാത്ത കണ്ണുകളാൽ ഹനുമാനെ നോക്കുന്നു. ആശയുടെ കിരണങ്ങൾ ആ മുഖത്ത് വിരിയുന്നു. ഹനുമാൻ ശ്രീരാമൻ്റെ വാക്കുകൾ സീതയോട് പറയുന്നു, ദേവി, ശ്രീരാമൻ ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യവാനായി ഇരിക്കുന്നു. യുദ്ധം നമ്മൾ ജയിച്ചു. വിഭീഷണനെ രാജാവാക്കി വാഴ്ത്തി. വിഭീഷണൻ താമസിയാതെ വരും ദേവിയെ ആനയിച്ചു കൊണ്ടുവരുവാൻ. സീതയുടെ കവിളുകൾ കണ്ണുനീരാൽ നനഞ്ഞു. ദേവി പറഞ്ഞു, അല്ലയോ ഹനുമാൻ, ഇത്രയും നല്ല സന്ദേശം കൊണ്ടുവന്നതിന് ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് നൽകുക? ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന നിവൃത്തി വാക്കുകളാൽ പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതല്ല. ഒരിക്കലും എനിക്ക് നിന്നോടുള്ള കടം തീർക്കുവാനാകില്ല. ഹനുമാൻ പറയുന്നു, ദേവി, ദേവിയുടെ സ്നേഹത്തിന് തുല്യമായി വേറൊരു നിധിയും ഈ ലോകത്തിലില്ല. എനിക്ക് ആ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ മതി. അതിൽ ഞാൻ ശ്രീരാമൻ്റെയും സന്തോഷം കാണുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഹനുമാൻ ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് പറയുന്നു, ഈ രാക്ഷസികളെല്ലാം ദേവിയെ കുറേ കാലമായി വല്ലാതെ ഉപദ്രവിച്ചിരുന്നല്ലോ. നമുക്ക് ഇപ്പോൾ അവരെ എന്ത് ചെയ്യണം? വിടർന്ന പുഞ്ചിരിയോടെ സീത പറയുന്നു, ആ രാക്ഷസിമാർ അവരുടെ യജമാനൻ്റെ ഭൃത്യന്മാർ മാത്രമാണ്. രാവണൻ്റെ വാക്കുകൾ അനുസരിച്ചു, അത്രമാത്രം. നാം അവരെ വില ഇരുത്തരുത്. കഴിഞ്ഞ ജന്മം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇതുപോലെ ഒരു വർഷം ദുഃഖിക്കുവാനായി. പക്ഷേ അതെല്ലാം കഴിഞ്ഞില്ലേ? രാമൻ എപ്പോഴും പറയും,
കരുണയും നന്മയും മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ധരിക്കേണ്ട ആഭരണങ്ങളെന്ന്. തെറ്റ് ചെയ്യാത്ത ആരുമില്ല ഹനുമാൻ, നമുക്ക് ക്ഷമിക്കാം. എത്രയോ വെല്ലുവിളികൾ സീത നേരിട്ടു. എങ്കിലും ദേവി ഒരു രീതിയിലും ആ വേദനകളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ല. സീതാദേവിയുടെ സ്വഭാവത്തിൻ്റെ ഈ ശ്രേഷ്ഠത ഒരു സുന്ദര പുഷ്പത്തിൻ്റെ നറുമണം പോലെയായിരുന്നു. നമുക്കെല്ലാവർക്കും സീതയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം നേടാം. അമ്മ പറയുന്നു, ഈ ലോകം ഒരു പൂന്തോട്ടമാണ്. ഒരു പൂന്തോട്ടത്തിൽ പൂക്കൾ വാടും, ഇലകൾ കൊഴിയും. നമ്മൾ കൊഴിഞ്ഞ ഇലകളും പൂക്കളും തൂത്തുവാരി വൃത്തിയാക്കിയാൽ മാത്രമേ ആ പൂന്തോട്ടത്തിലെ പുതിയ ഇലകളുടെയും പുഷ്പങ്ങളുടെയും സൗന്ദര്യം ആസ്വദിക്കാനാകൂ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കഴിഞ്ഞ കാലത്തിലുണ്ടായ തിക്ത അനുഭവങ്ങളുടെ ഓർമ്മകൾ തൂത്തുവാരി കളയണം. നമ്മൾ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം, മറക്കേണ്ടത് മറക്കണം, പൊറുക്കേണ്ടത് പൊറുക്കണം. നമുക്ക് ജീവിതത്തിനെ ആവേശത്തോടെ പുണരാം. സ്ക്രീനിൽ കണ്ട പുഷ്പത്തിൻ്റെ സൗന്ദര്യം എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ ആ വ്യക്തിയോട് കൊണ്ടു നടന്നിരുന്ന വൈമുഖ്യം എന്തൊരു സങ്കുചിതമായിരുന്നു. ഞാൻ എന്നെ സ്വയം തന്നെയല്ലേ വിഷമിപ്പിച്ചും പീഡിപ്പിച്ചും കൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ അനിഷ്ടങ്ങളെയും നീരസങ്ങളെയും എല്ലാം കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. അമ്മ പറയുന്ന പോലെ നമുക്കെല്ലാവർക്കും ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും കഴിയുന്ന ഒരു ഹൃദയത്തിനായി പ്രാർത്ഥിക്കാം. ഒരു നറുപുഷ്പം പോലെ നമ്മുടെ ജീവിതം പ്രേമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നറുമണം പടർത്തുവാൻ പ്രാർത്ഥിക്കാം.